വെൽക്കം എവ്രി വൺ ടു മൈ ലോഡ് സ്റ്റാർ യൂട്യൂബ് ചാനൽ. ഇപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തത്സം ശബ്ദ് ഓർ തദ്ഭവ് ശബ്ദാണ്. എന്താണ് തത്സമ ശബ്ദങ്ങളെന്നും തദ്ഭവ ശബ്ദങ്ങളെന്നും നമുക്കിന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. तत्सम शब्द और तद्भव शब्द. तत्सम शब्द क्या है? तत् प्लस सम, ये दोनों शब्द के सामने से जोड़ने से आया है तत्सम शब्द. तत् प्लस सम. शब्द का अर्थ क्या है? शब्द का अर्थ है उसके समान. तत्सम शब्द का अर्थ क्या है? उसके समान, अर्थात संस्कृत के समान. उसके समान, किसके समान? अर्थात संस्कृत के समान. संस्कृत के समान ऐसे शब्द जो संस्कृत से सीधे आए हैं और आज भी उसी रूप में प्रयोग किए जा रहे हैं. അപ്പം ഏത് ശബ്ദമാണോ ഡയറക്റ്റായിട്ട് സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ളത്, और आज भी उसी रूप में प्रयोग किए हैं, ഇന്നും അതേ രൂപത്തിൽ തന്നെ പ്രയോഗിച്ചു വരുന്നതുമായിട്ടുള്ള ശബ്ദമാണ് തത്സമ ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കൃതത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് വന്നിട്ടുള്ള ശബ്ദം അത് ഇന്നും അതേപടി തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഹിന്ദിയിൽ പ്രയോഗിച്ചു വരുന്നുണ്ട്. അതാണ് തത്സമ ശബ്ദം. ഉസ്കെ സമാൻ, കിസ്കെ സമാൻ? സംസ്കൃത് കെ സമാൻ. അപ്പോൾ അതാണ് തത്സമ ശബ്ദം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. അഗ്നി, വായു, സൂര്യ, പുത്ര ആദി. അപ്പം ഇതൊക്കെ സാൻസ്ക്രിറ്റ് വേർഡ്സ് ആണ്, സംസ്കൃത ശബ്ദങ്ങളാണ്. ഇതൊക്കെ സംസ്കൃതത്തിൽ വന്നതിന് ശേഷവും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ ഹിന്ദിയിലും അതേ രൂപത്തിൽ തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത്. അഗ്നി, വായു, സൂര്യ, പുത്ര. ഓക്കെ, ഇപ്പം തത്സം ശബ്ദം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. തദ്ഭവ്. അപ്പോൾ തദ്ഭവ് എന്താണെന്ന് നോക്കാം. തത് പ്ലസ് ഭാവ്, തത് പ്ലസ് ഭവ്, ഈ രണ്ട് ശബ്ദത്തിൻ്റെ കൂടിച്ചേർന്ന കൊണ്ടാണ് തദ്ഭവ് എന്ന ശബ്ദം ഉണ്ടായിട്ടുള്ളത്. ശബ്ദ का अर्थ क्या है? उससे होना, उससे होना, अल्ले? अर्थात संस्कृत शब्दों से परिवर्तित होकर बने शब्द. സംസ്കൃത ശബ്ദവും സെ പരിവർത്തിത് ഹോക്കർ. അപ്പം സംസ്കൃത ശബ്ദമാണ്, പക്ഷെ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ പരിവർത്തിത് ഹോക്കർ ബനെ ശബ്ദ കോ तद्भव शब्द कहते हैं. ऐसे शब्द जो निकले तो संस्कृत से ही है, पर आज उनका स्वरूप बदल गया है. അപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള ശബ്ദമാണ്, പക്ഷെ ഇപ്പോൾ അതിൻ്റെ സ്വരൂപ് ബദൽ ഗയാ ഹെ, അതിൻ്റെ രൂപത്തിന് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് വന്നു, പക്ഷെ ഇപ്പോൾ രൂപവും ഒക്കെ മാറിയിട്ടാണ്, അതിൻ്റെ രൂപം മാറിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. രൂപം മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തദ്ഭവ ശബ്ദവും രൂപങ്ങളൊന്നും മാറാതെ ഒരു ചേഞ്ചും വരാതെ സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴും അതേപടി തന്നെ തുടരുന്നത് തത്സമവും. തത്സം ഉസ്കെ സമാൻ, തദ്ഭവ് ഉസ്സേ ഹോന, അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം തത്സം തദ്ഭവ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. നോക്കൂ എക്സാമ്പിൾ. കപൂർ സംസ്കൃത് കെ കർപ്പൂർ കാ പരിവർത്തിത രൂപ ഹെ. അപ്പോൾ സംസ്കൃതത്തിൽ അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് കർപ്പൂർ ആണ്. അതാണിപ്പോൾ കപൂർ എന്നുള്ള രീതിയിൽ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. ഹാത്ത് സംസ്കൃത് കെ ഹസ്ത്, ഹസ്ത് കാ പരിവർത്തിത് രൂപ ഹെ. ഇപ്പോൾ സംസ്കൃതത്തിൽ ഹസ്ത് എന്നുള്ളതായിരുന്നു, അതിപ്പോൾ ഹിന്ദിയിൽ ഹാത്ത് എന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തദ്ഭവ ശബ്ദങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി തത്സം ഏവം തദ്ഭവ് കി പെഹച്ചാൻ സംബന്ധി കുച്ച് ട്രിക്ക്. ഇനി ഇത് ഒരു റൂൾ അല്ലെങ്കിൽ ഇതൊരു നിയമമൊന്നും അല്ല. അപ്പം നമ്മൾ കുറച്ച് ട്രിക്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. തത്സമ ശബ്ദങ്ങളും തദ്ഭവ ശബ്ദങ്ങളും നമുക്ക് തിരിച്ചറിയാനുള്ള ചില ട്രിക്കുകൾ. ഇത് പ്രായഹ എന്നിവിടെ തന്നിട്ടുണ്ട്. പ്രായഹ അതായത് ഇതൊരു 95% ആണ് ഇത് ശരിയായിരിക്കുള്ളൂ. പിന്നെ ഒരു 5% അപ്പോൾ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപവാദം ഉണ്ട്. അപ്പോൾ അതായത് ഇതിനകത്ത് പറയുന്ന ഈ ട്രിക്കിൽ ഉൾപ്പെടാത്തത് ചിലത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ചെറിയ ട്രിക്കായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
അപ്പം എന്താണ്, ഇതിനകത്ത് ഒരു 95% ശരിയായിരിക്കത്തുള്ളൂ. അതാണ് പ്രായഃ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. തത്സമയം ക്ഷ തഥാ തദ്ഭവമേം ഖ പ്രയോഗ് ഹോത്താ ഹെ. ഏകദേശം തത്സമ ശബ്ദത്തിൽ ക്ഷ എന്നത് തദ്ഭവ ശബ്ദത്തിൽ ഖ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം തത്സമ ശബ്ദങ്ങളിൽ ക്ഷ എന്നത് അത് തദ്ഭവ ശബ്ദത്തിൽ ഖ എന്നായിട്ട് മാറുന്നു. തത്സം ശബ്ദ് തദ്ഭവ് ശബ്ദ്. അക്ഷി കണ്ടോ, അക്ഷി എന്നുള്ള ക്ഷ ആങ്ക്, ഇവിടെ ഖായ് ആങ്ക്. ക്ഷാർ ഖാർ. ഇക്ഷു ഈങ്ക്. കുക്ഷി കോങ്ക്. ക്ഷീർ ക്ഷീർ ഖീർ. അപ്പം ക്ഷ ഖായി മാറി. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ക്ഷ എന്നുള്ള ശബ്ദം ഖ എന്നായിട്ട് മാറിയിരിക്കുന്നത്, തത്സമത്തിലെ ക്ഷ തദ്ഭവത്തിലെ ഖ ആയിട്ട് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ട്രിക്ക് നോക്കിയാലോ. പ്രായഃ തത്സമേം വാ തഥാ തദ്ഭവമേം ഭ പ്രയോഗ ഹോത്താ ഹെ. അപ്പം തത്സമത്തിലെ വാ എന്നുള്ളത്, തത്സമത്തിലെ വാ എന്നുള്ളത് തദ്ഭവത്തിലെ ഭ എന്നായിട്ട് മാറിയിട്ടുണ്ടാകും. ഇതും 95% ഉള്ളൂ. പ്രായഃ എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊരു നിയമമല്ല, ഒരു ട്രിക്ക് മാത്രമാണ്. ഓക്കെ. തത്സം ശബ്ദ് തദ്ഭവ ശബ്ദം. വണിക് വണിക് ബനിയ ബ. വർണ്ണ ബർസ. വർഷ വർഷ ബർസ. വക് ബഗുല. വർ യാത്ര ബാരാത്ത്. കണ്ടോ, ഈ വാന്റെ സ്ഥാനത്തൊക്കെ തദ്ഭവ ശബ്ദത്തിലെ ഭ ആണ് വന്നിരിക്കുന്നത്. വിവാഹ് ബ്യാഹ്. വാനർ ബന്ദർ. വിദ്യുത് ബിജലി. അപ്പോൾ തത്സമില് വാ ആയത് തദ്ഭവത്തിലെ ഭ എന്നായിട്ട് മാറുന്നു. അടുത്തൊരു ട്രിക്ക് നോക്കാം. പ്രായഃ തത്സമേം ശ തഥാ തദ്ഭവമേം സാ കാ പ്രയോഗ മിലാ ഹെ. തത്സമത്തിൽ ശ എന്നുള്ളത് തദ്ഭവ ശബ്ദത്തിൽ സ എന്നായിട്ട് മാറുന്നു. ശാഖ് തത്സമ ശബ്ദം ശാഖ്, തദ്ഭവത്തിലോ സാഗ്, ശ സായി മാറി. ശുഖ് സുവ. ശുണ്ട് സൂണ്ട്. ശ്യാമൾ സാംവല. ശ്വശൂർ സസൂർ. ശ്വസൂർ എന്നുള്ളത് സസൂർ. അപ്പം ഷായുടെ സ്ഥാനത്ത് സ ആയിട്ട് മാറുന്ന ഒരു ട്രിക്കാണ് ഇപ്പം നമ്മൾ കണ്ടത്. നെക്സ്റ്റ് പ്രായഃ തത്സമേം യാ തഥാ തദ്ഭവമേം ജാ കാ പ്രയോഗ മിലാ ഹെ. തത്സമത്തിലെ യാ എന്നുള്ളത് തദ്ഭവത്തിൽ ജ എന്നായിട്ട് മാറുന്നതാണ് ഇവിടെ ഈ ട്രിക്കിനകത്ത് പറയുന്നത്. തത്സം ശബ്ദ തദ്ഭവ ശബ്ദം. യുവ എന്ന തത്സം ശബ്ദം ജവാൻ. യുഗ് ജുഗ്. യുദ്ധ ജദ്ധ. യഥ ജബ്. യജമാൻ ജജമാൻ. യജമാൻ ജജമാൻ. യാ എന്നുള്ളത് ജാനായി. യഥ ജബ്. യൂഥ് ജഥ. യുഗ് ജുഗ്. योग जोग. योगी जोगी. യത്ര ജഹാം. യമ ജമ. അപ്പോൾ യാ എന്നുള്ള ശബ്ദം ജ ആയിട്ട് തത്സമത്തിലെ യാ തദ്ഭവത്തിലെ ജ എന്നായിട്ട് മാറുന്നതാണ് ഇവിടെ കണ്ടത്. ഇവിടെ ഋ കാ പ്രയോഗ തത്സം ശബ്ദോമേം ഹോത്താ ഹെ. ഇവിടെ പ്രായഃ എന്നുള്ളതില്ല, ഇത് റൂൾ തന്നെയാണ്, നിയമം തന്നെയാണ്. ഋ എന്നുള്ള ശബ്ദം തത്സമ ശബ്ദത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. തത്സമ ശബ്ദത്തിൽ മാത്രമേ ഋ എന്നുള്ള പ്രയോഗം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഋ കണ്ടു കഴിഞ്ഞാൽ അത് തത്സമ ശബ്ദമാണെന്ന് നമുക്ക് 100% ഉറപ്പിക്കാനായിട്ട് പറ്റും. ശൃംഖാർ. ഋ. ഇതാണ് ഋൻ്റെ ചിഹ്നം അല്ലേ. ഇത് നമുക്ക് അക്ഷരത്തിൻ്റെ താഴെ ഋൻ്റെ ചിഹ്നം ഉണ്ടാവും. അപ്പം നമുക്ക് അത് കണ്ടാൽ ഇത് തത്സമ ശബ്ദമാണെന്ന് ഉറപ്പിക്കാം. ശൃംഗാർ.
सिंगार, मातृभार्या, भाभी, कृत, ഗീ, മൃത്തിക. ഇവിടെ റ് ഉണ്ട്, റ് കണ്ടോ ആ ചിഹ്നം. പിന്നെ ഗൃണ, ഗിൻ, ഗൃഹിണി, വൃന്ദ്, വൃദ്ധ്, ബൂഢ, ശൃംഖ്, റ്, റ്. ഇപ്പം റ് എന്നുള്ള പ്രയോഗം തത്സമ ശബ്ദത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റ് എന്നുള്ളത് കണ്ടാൽ അത് തത്സമമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇത് 100% ഉറപ്പിക്കാം. ത്ര ക പ്രയോഗ് തത്സമേ മിൽത്താ ഹെ. ഇത് നമുക്ക് 100% ഉറപ്പിക്കാവുന്ന ഒരു നിയമമാണ്. ത്ര എന്നുള്ള ആ ഒരു പ്രയോഗം തത്സമത്തിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. തത്സമ ശബ്ദ, തദ്ഭവ ശബ്ദ, രാത്രി, രാത്ത്. അപ്പോൾ ഇത് തദ്ഭവ ശബ്ദമാണ്, ഇത് തത്സമ ശബ്ദമാണ്. രാത്രി. രാജപുത്ര, സൂത്ര, മിത്ര, പത്ര, പുത്ര. കണ്ടോ, ഇതൊക്കെ തത്സമ ശബ്ദത്തിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അത് തദ്ഭവമായപ്പോൾ രാത്ത്, രാജപൂത്ത്, സൂത്ത്, മീത്ത്, പത്ത, പൂത്ത് അല്ലേ. ത്രാക്ക് പകരം താ ആയിട്ട് മാറിയിട്ടുണ്ട്. രാത്രി, രാത്ത്, രാജപുത്ര, രാജപൂത്ത്, സൂത്ര, സൂത്ത്, മിത്ര, മീത്ത്, പത്ര, പത്ത, പുത്ര, പൂത്ത് എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തത്സമ ശബ്ദത്തിൽ മാത്രമേ ത്ര എന്നുള്ള പ്രയോഗം കാണാൻ പറ്റുള്ളൂ. അപ്പം 100% ത്ര എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്. അടുത്തത് ചന്ദ്രബിന്ദു അല്ലേ. ഒരു ചന്ദ്രബിന്ദു കാ പ്രയോഗ തദ്ഭവ മേ മിൽത്താ ഹെ. ചന്ദ്രബിന്ദുവിൻ്റെ പ്രയോഗം തദ്ഭവ ശബ്ദത്തിൽ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ചന്ദ്രക്കലയും കുത്തും ചന്ദ്രബിന്ദു ഉള്ളത് തദ്ഭവ ശബ്ദമാണെന്ന് 100% ഉറപ്പിക്കാം. ഇത് പ്രായഃ അല്ല, ഇത് റൂളാണ്. ഇത് നമുക്ക് 100% ഉറപ്പിക്കാം. തത്സം, തദ്ഭവ്. ചന്ദ്ര, ചാന്ത്. കണ്ടോ, ചന്ദ്രക്കലയും കുത്തും. മുഖ്, മൂഹ്, ലഘ്, ലങ്കട, പുച്ച്, പൂഞ്ച്, പച്ച്, പാഞ്ച്. അപ്പോൾ ചന്ദ്രക്കലയും കുത്തും വരുന്ന ഈ ചന്ദ്രബിന്ദു തദ്ഭവ ശബ്ദത്തിൽ മാത്രമാണ് അല്ലേ, തദ്ഭവ ശബ്ദത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, ചന്ദ്രക്കലയും കുത്തും ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തദ്ഭവ ശബ്ദമാണെന്ന് ഉറപ്പിക്കാം. ഇത് പ്രായഃ ആണ്, 95% ഉള്ളൂ. ഒരു അപവാദം എന്തായാലും ഉണ്ടാകും. रा के रूप तत्सम शब्दों में मिलते हैं, कोई वर्ण आधा हो. रा के रूप, ഈ രായുടെ രൂപം തത്സമ ശബ്ദത്തിൽ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. കോയി വർണ്ണ ആദാഹോ, ചിലപ്പോൾ ചില വർണ്ണം പകുതിയായിരിക്കും. ചില വർണ്ണം അതിനകത്ത് ആ രാ എന്ന് പ്രയോഗിച്ചിട്ടുള്ള ആ ഒരു ശബ്ദത്തിൽ ചില വർണ്ണം പകുതിയായിരിക്കും. അതാണ്. ഇതെന്താണ് നോക്കാം. ദ്വിപഹരി അല്ലേ, ദ്വിപഹരി. ഇവിടെ രാ ഉണ്ട്, പക്ഷെ വ എന്നുള്ളത് പകുതിയാണ്. ദ്വിപഹരി അല്ലേ, ദോപഹരി. അതിന് തത്സമ ശബ്ദത്തിൽ രാ എന്നുണ്ട്, അപ്പോൾ ഇവിടെ ദ്വു വ എന്നുള്ളത് പകുതിയാണ്. സ്പർശ്, സ്പർ, ഇവിടെ രായാണ്, ഇവിടെ അത് രാ തന്നെ പകുതിയായിട്ടാണ്. പിന്നെ സാ പകുതിയാണ്. സ്പർശ് അല്ലേ, രാ എന്നുള്ളത് ഇങ്ങനെയും വരാം, രാ പകുതിയാണ് ഈ അല്ലേ, സ്പർശ്. പിന്നെ വ്യാഘ്ര, ഗ്ര. കണ്ടോ, ഇത് രാ ആണ്, രാൻ്റെ പകുതിയാണിത്. വ്യാഘ്ര, ബാഘ്, ഇവിടെ വാ പകുതിയാണ്. താമ്ര, ഇവിടെ മ്ര, ഇത് രാ ആണ് അല്ലേ, മാൻ്റെ പകുതിയാണ് രാ. താംബ, പ്രസ്തർ അല്ലേ, സാ പകുതി രാ ഉണ്ട്. പിന്നെ സ്വർണ, സ്വർണ, ഇവിടെ സാ പകുതിയുണ്ട്. സ്വർണ കർ, അപ്പോൾ രാ ഉണ്ട്. അപ്പോൾ രാ എന്നുള്ളത് ഇങ്ങനെ വരും, രാ എന്നുള്ളത് ഇവിടെ ഇങ്ങനെ വരാം, പിന്നെ ഇങ്ങനെ വരാം, പിന്നെ ഇങ്ങനെ വരാം അല്ലേ. ഇതൊക്കെ രാൻ്റെ ചിഹ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ രാ ഉണ്ടാകും. പിന്നെയോ ചില വർണ്ണങ്ങൾ കൊയ് വർണ്ണ ആദാഹോ, ചില വർണ്ണം പകുതിയായിരിക്കും. അതാണ് തത്സമ ഇതിൽ ഒരു റൂളായിട്ട് അല്ലെങ്കിൽ ഒരു ട്രിക്കായിട്ട് പറയുന്നത്. അപ്പം ഞാനിതിൽ പ്രായഃ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലും 100% അങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതൊരു 95 ഉള്ളൂ. ഒരു 5% അപവാദം തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ അതല്ലാതെ ഇതിൽ 100% ഉറപ്പിക്കും.
അപ്പോൾ തത്സമ ശബ്ദങ്ങളും അതുപോലെ തദ്ഭവ ശബ്ദങ്ങളും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ചില ട്രിക്സൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അപ്പം നമ്മൾക്ക് ഇനി ഇത് പോരാ, ഇനി എന്തെങ്കിലും കുറച്ചും കൂടി സിമ്പിളായിട്ടൊരു ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു ട്രിക്കും കൂടി പറയാം. പക്ഷേ അത് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ, ജസ്റ്റ് ഒന്ന് മൈൻഡ് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനേ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. जो शब्द बोलने में बहुत आसान हो वो हिंदी भाषा है, यानी तद्भव शब्द होता है. അപ്പോൾ ഏത് ശബ്ദമാണോ പറയാൻ വളരെ എളുപ്പം അല്ലേ, നമ്മുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കഷ്ടവും കൂടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അത് ഹിന്ദി ഭാഷയാണ്. അത് എന്താണ്, തദ്ഭവ ശബ്ദം ആയിരിക്കും. जो शब्द बोलने में हमारे जीभ पर कुछ मुश्किल यानी कुछ कठिनाई महसूस पड़ता है वो शब्द संस्कृत यानी तत्सम शब्द होता है. അപ്പോൾ ചില ശബ്ദങ്ങൾ നമുക്ക് പറയുമ്പോൾ നമ്മുടെ നാവിനകത്ത് കുച്ച് ഹമാരെ ജീബ് പർ കുച്ച് മുഷ്കിൽ യാനി കുച്ച് കഠിനായി മഹസൂസ് പെടുത്താ ഹെ, നമ്മുടെ നാവിന് കുറച്ചൊരു സ്ട്രെസ്സ് വരിക, കുറച്ച് പറയാനായിട്ട് ഒരു കഷ്ടം തോന്നുക, അല്ലെ ഒരു കഠിനായി നമുക്ക് അനുഭവിക്കേണ്ടി വരിക, കുറച്ച് മുഷ്കിൽ തോന്നുക, അതാണെങ്കിലോ അത് തത്സമ ശബ്ദങ്ങളാണ്. സാൻസ്ക്രിറ്റ് വേർഡാണ്, തത്സമ ശബ്ദങ്ങളായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ അത് തദ്ഭവ ശബ്ദങ്ങളും, കുറച്ച് ബുദ്ധിമുട്ടുന്നാണെങ്കിൽ തത്സമ ശബ്ദങ്ങളും. അപ്പം നമുക്ക് അതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നോക്കിയാലോ. നോക്കൂ, ഇവിടെ തന്നെ ഇത് തത്സമ ശബ്ദങ്ങളും ഇത് തദ്ഭവ ശബ്ദങ്ങളുമാണ് അല്ലേ. അവിടെ തത്സമ ശബ്ദം പറയുമ്പോൾ നമ്മൾ ജീബിനകത്ത് അക്ഷി അല്ലേ, അക്ഷി ഇത് പറയുമ്പോൾ എന്തോ ഒരു നാവിലൊരു സ്ട്രെസ് വരുന്നുണ്ട്. അക്ഷി, ആങ്ക് അല്ലേ, ആങ്ക് അവിടെ അത്രയും സ്ട്രെസ് ഇല്ല. ക്ഷാർ, ഖാർ, ഇക്ഷു, ഈങ്ക്, കുക്ഷി, കോങ്ക്, ക്ഷീർ, ഖീർ അല്ലേ. അപ്പോൾ കുറച്ച് നമ്മുടെ നാവിന് ഇത്തിരി സ്ട്രെസ് കൊടുത്താലേ തത്സമ ശബ്ദങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തദ്ഭവ ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. വേറെ ഉദാഹരണങ്ങൾ നോക്കൂ. വണിക്, ബനിയ, വർഷ, ബർസ, വക്, ബഗുല, വർ യാത്ര, ബാരാത്ത്, വിവാഹ്, ബ്യാഹ്, വാനർ, ബന്ദർ, വിദ്യുത്, ബിജലി അല്ലേ. അപ്പം നമുക്ക് ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ നാവിനകത്ത് കുറച്ച് സ്ട്രെസ് വരുന്നതാണെങ്കിൽ അത് തത്സമ ശബ്ദവും വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ അത് തദ്ഭവ ശബ്ദവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഓൺലൈൻ ട്യൂഷൻ എല്ലാ ക്ലാസ്സിനും CBSE സിലബസിലുള്ള എല്ലാ ക്ലാസ്സിനും ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.